അപ്പൊ ഇത് റമദാൻ റെഡായില്ലേ? ഇന്നലത്തെ നോമ്പ് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ചെറിയ രീതിയിൽ ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ ചെറിയ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി നോക്കിയാലോ? ഇത് ഞാൻ മോമോസ് ആണ് ഉണ്ടാക്കുന്നത്. നോർമലായിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതും പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് കഴിക്കാന്നുള്ളതും കൂടിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും ഫുൾ കാണാൻ വേണ്ടി ട്രൈ ചെയ്യണം. അപ്പൊ ഞാനിത് റെഡിയാക്കുന്നത് ചിക്കൻ മോമോസ് ആയതുകൊണ്ട് തന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. നെക്സ്റ്റ് ആ മിക്സ് ചെയ്ത ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണ് വെജിറ്റബിൾസ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഇടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒനിയനും പിന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് ഗാർലിക്, അതായത് 2 അല്ലി ഗാർലിക്, അതായത് വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ടതാണ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇതിൽ മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. വേറൊരു വെജിറ്റബിൾസ് ഇല്ലെങ്കിലും ഈ ഒരു ഒനിയനും മല്ലിയിലയും രണ്ടും മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും, ഇത് 3 എന്തായാലും ഇടണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലാണ്. പിന്നെ നെക്സ്റ്റ് കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടുക. ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ സോയാ സോസും മല്ലിയിലയും ഒനിയനുമാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള സാധനം കേട്ടോ. ഞാൻ പലരും മോമോസിന്റെ റെസിപ്പി ഇട്ട് കണ്ടിട്ടുണ്ട് വേവിച്ച ചിക്കനൊക്കെ വെച്ചിട്ട്. ചിക്കൻ വേവിച്ചിട്ടൊക്കെ ആക്കുമ്പോൾ ഈ ഒരു കറക്റ്റ് ടേസ്റ്റ്, ഒത്തന്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ചിക്കൻ ഇതുപോലെ റോ ആയിട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അത് സ്റ്റീം ആകുമ്പോൾ നന്നായി വെന്തോളും. വേവൂല എന്നുള്ള ടെൻഷനൊന്നും ആയിരിക്കും വേണ്ട. നല്ല ടേസ്റ്റ് വേണം. അതിന്റെ ആ ഒരു എന്താ പറയുക, ടേസ്റ്റ് ഒക്കെ ഇറങ്ങിയിട്ട് മാവിൽ ഇറങ്ങിയിട്ട് നല്ല മോമോസ് കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അതായത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ടൈപ്പിന് എല്ലാവരും ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് മാവ് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വീറ്റാണ് എടുത്തിട്ടുള്ളത്, വീറ്റ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. മൈദനെക്കാട്ടിയും, അതായത് ഞാനിപ്പോൾ ഒന്നാമത് ഡയറ്റ് ചെയ്തുകൊണ്ടാണ് വീറ്റ് എടുത്തത്, അല്ലെങ്കിൽ മൈദ തന്നെയാണ് എടുക്കുക. രണ്ടിലും ചെയ്ത് കാണിക്കുന്നുണ്ട്, അതായത് മൈദയിലും ചെയ്ത് കാണിക്കുന്നുണ്ട്, വീറ്റിലും ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീറ്റ് മോമോസ് ഡയറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാൻ പറ്റും. നമുക്ക് സ്നാക്കായിട്ട് എടുക്കുകയും ചെയ്യാം. അത് നമുക്ക് അത്ര എഫക്റ്റ് ആവുകയില്ല. വീറ്റ്, അതായത് ഗോതമ്പ് പൊടി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റിയൊരു ഐറ്റാണ്. പക്ഷെ എന്നാലും ഈ റമദാനിൽ നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കിയിട്ട് ഒന്നാമത് ഇത് മോമോസ് സ്റ്റീംഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വീറ്റും കൂടി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിന് നല്ലതാണല്ലോ. ഗോതമ്പും കാർബ് അടങ്ങിയിട്ടുള്ള ഫുഡ് തന്നെയാണ്. എന്നാലും നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അതുകൊണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം, ഈ ഒരു റമദാനിൽ പ്രത്യേകിച്ചിട്ട്. അപ്പം അത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ അത്രയും തിന്നായിട്ട് തന്നെ പരത്തുക. അതുപോലെ ഈ ചിക്കനും നമുക്ക് പ്രോട്ടീനാണ്. ചിക്കൻ ഈ നോമ്പിന്റെ സമയത്തൊക്കെ ചിക്കൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമതേ നമ്മൾ ഫുഡ് വളരെ കുറവാണ്. അപ്പൊ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് മാക്സിമം കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പൊ ഈ ഒരു തിന്നിലാണ് നമ്മൾ പരത്തേണ്ടത്. പിന്നെ അതൊരു കട്ടർ വെച്ചിട്ടോ അല്ലെ ഇതേപോലെ എന്താ പറയുക ഷേപ്പ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മോമോസിന്റെ ഷേപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുക അതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഫോൾഡ് ചെയ്യുന്നത്. എനിക്ക് ആകെ ഒറ്റൊരു മോഡലേ അറിയുള്ളൂ കേട്ടോ. ബാക്കിയുള്ള മോഡലൊക്കെ ഞാൻ പരീക്ഷിച്ച് ഫ്ലോപ്പ് ആയതാണ്. അപ്പോൾ ആ ഒരു കാണാൻ കുറച്ച് ഭംഗിയും വേണമല്ലോ. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കുന്നവർക്കും ഒരു സന്തോഷമല്ലേ. ആ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ഫോൾഡ് ചെയ്യല്. അപ്പൊ ഇത് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്ക്. പിന്നെ ഇതിന്റെ ഫോൾഡിങ് മെത്തേഡ്സ് ഇഷ്ടംപോലെ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. പക്ഷെ എനിക്ക് ഈ ഒരു ടൈപ്പ് മാത്രമേ പറ്റാറുള്ളൂ. പിന്നെ നമുക്ക് കിഴി പോലെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അതൊന്നും എത്ര പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല എനിക്ക്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാവേ. അപ്പൊ എന്റെ വീറ്റ് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയാണ് ഉണ്ടാക്കിയത്. ഇത് എനിക്ക് മാത്രമാണ് ഉണ്ടാക്കിയത്. ബാക്കിയുള്ളവർക്കൊക്കെ മൈദ വെച്ചിട്ട് തന്നെയാണ് ആക്കുന്നത്. ഇപ്പൊ ചെയ്ത പ്രോസസ്സ് തന്നെ മൈദയിലും ചെയ്യാം. മൈദയുടെ മാവെടുത്ത് ഇതേപോലെ റോൾ ചെയ്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഡയറ്റ് ഒക്കെ ചെയ്യുക. അതായത് വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ നോക്കുക. അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ ഇപ്പൊ നോമ്പോറൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ അടുത്തും നോമ്പോറയും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും 1-2 കടികൾ കഴിക്കാം. അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഡയറ്റിനനുസരിച്ചിട്ട് എന്താണോ ഫുഡ് ഉള്ളത് അതുപോലെ കഴിക്കാം. ഞാൻ അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും നോമ്പോറയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിക്കാം. വീട്ടിൽ നിന്ന് നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ട്, അതായത് നമ്മളെ വെയിറ്റ് ലോസിന് പറ്റിയ രീതിയിൽ സ്നാക്സോ ഫുഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഈ റമദാൻ മാസം നമുക്ക് വിചാരിച്ചാൽ പറ്റും കേട്ടോ. വെയിറ്റ് ലോസ് ഒക്കെ വിചാരിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ ഷുഗർ മാക്സിമം ഒഴിവാക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഓയിലി ഫുഡ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക, പറ്റുന്ന രീതിയിൽ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ
നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും. അങ്ങനെ നമ്മുടെ മോമോസ്, വീറ്റ് മോമോസും മൈദയുടെയും രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ മോമോസിന് വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 തക്കാളി ഇതുപോലെ നെടുകര മുറിച്ചിട്ട് ഇടുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി, പിന്നെ കുറച്ച് നമ്മളെ ഡ്രൈഡ് ചില്ലിയില്ലേ അതാണ്, അതായത് കായ്മുളക്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 2 വിസില് അത്രയും പോണ്ടുവേ. നെക്സ്റ്റ് ആവിയൊക്കെ പോയതിനു ശേഷം നമുക്ക് അത് തുറന്നിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ സോസും മോമോസിന്റെ കൂടെ മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കണം. എന്നാലും നമുക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ്, മോമോസ് കഴിക്കുമ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പൊ വെന്ത തക്കാളിയും ഒരു ചില്ലിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇത് ചൂടോടെയാണ് എടുത്തിടുന്നത്, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത് കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷമാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. നെക്സ്റ്റ് ഒരു പാന് ചൂടായ കുറച്ച് ബട്ടർ ഇടുക. എന്നിട്ട് അതിലേക്ക് ഈ ഒരു ബ്ലെൻഡ് ചെയ്തെടുത്ത നമ്മളെ മിക്സ്ചർ അതിലേക്ക് ഒഴിക്കുക. ഇതുപോലെ നല്ല തിള വരുമ്പം കുറച്ച് വിനെഗർ ഒഴിക്കുക. കുറച്ച് പഞ്ചസാര ഇടണേ, ഞാൻ പഞ്ചസാര ഇട്ടില്ല. കുറച്ച് പഞ്ചസാര കൂടി ഇട്ടാൽ നമ്മുടെ ഒരു ടൊമാറ്റോ സോസിന്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ്, കുറച്ചുകൂടി എരിവും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരും. അപ്പൊ നമ്മുടെ മോമോസ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മള് മോമോസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്തുള്ളത് തന്നെ വീറ്റ് മോമോസും അപ്പുറമുള്ളത് മൈദയുടെ മോമോസും ആണ്. രണ്ടും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നുണ്ട്, ആ ഒരു ചിക്കൻ മസ്റ്റായിട്ട് പച്ചനെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അല്ലാതെ പുഴുകിയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് വേവിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് വീറ്റ് മോമോസ് ഉണ്ടാക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറയുന്നത് മതിയായിട്ടില്ലായിരുന്നു, പക്ഷെ ഞാൻ അത്രമാത്രം കഴിച്ചിട്ട് നിർത്തി. അതായത് ഓവറായിട്ട് വയറ് ഫില്ലായിട്ടും തോന്നുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ സ്നാക്കൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ ഇത്ര തന്നെ മതിയല്ലോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.